ശ്രീ പ്രശാന്ത്, ഈ പണ്ട് നമ്മുടെ ലീഡർ കരുണാകരൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. അതായത് രണ്ടും രണ്ടും കൂട്ടിയാൽ അതെപ്പോഴും 4 ആകണമെന്നില്ല. രാഷ്ട്രീയത്തിൽ 5 ആകാം, 3 ആകാം. സമവാക്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകും, തിരിച്ച് അതിലോട്ട് വന്നെന്നിരിക്കും, അല്ലെങ്കിൽ മൂന്നാമതൊരെണ്ണത്തിൽ പോകും. ഇപ്പൊ അബ്ദുള്ള കുട്ടി തന്നെ നോക്ക്, SFIക്കാരനായിരുന്നു, പിന്നെ കോൺഗ്രസിൽ വന്നു, ഇപ്പൊ BJPയിലാണ് അല്ലേ. ഈ സന്ദീപ് വാര്യരാണ് ഇപ്പൊ സമീപ സമയത്ത് BJPയിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസിൽ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടും നാളുകളായി. കോൺഗ്രസ്സുകാർ സന്ദീപ് വാര്യരും BJPയോടുള്ള അരിശം തീരുന്നില്ല, BJPക്ക് സന്ദീപ് വാര്യരോടുള്ള അരിശവും തീരാതെ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കോൺഗ്രസ്സുകാരെന്തോ വലിയ അമൂല്യ നിധി പോലെ വാര്യരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ആയിരിക്കും? അതോ ഇനി കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ പാടേണ്ടി വരുമോ? വീണ്ടുതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് അവസ്ഥയാവുമോ? സന്ദീപ് വാര്യരെ സാറി വിചാരിക്കുന്നത് പോലെ സന്ദീപ് വാര്യരെ പ്രൊമോട്ട് ചെയ്യുന്നതും അതിൻ്റെ പുറകിൽ നിൽക്കുന്നതും കോൺഗ്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ് വാര്യരെ ഒരുപക്ഷെ കോൺഗ്രസിൽ കൊണ്ടുവന്നത് പോലും വേറെ ചില ഉദ്ദേശങ്ങളോട് കൂടിയായിരിക്കും. ലൈം ലൈറ്റ് നിൽക്കുന്നതെന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പം അതിന് കഴിഞ്ഞിട്ട് എത്രയോ പേര് സരിൻ പോയി, സരിൻ ഇലക്ഷൻ സമയമായതുകൊണ്ട് നിന്നു. അതിനുശേഷം CPM-നകത്തുനിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പോകുന്നുണ്ട്. അതൊക്കെ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ വാർത്തയിൽ നിന്ന് വന്നു. സന്ദീപ് വാര്യർ ഡെയിലി വാർത്തയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ അത്തരത്തിൽ വാർത്തയിലില്ല. കാരണം സന്ദീപ് വാര്യർ ഡെയിലി വാർത്തയിലുണ്ട്. വാർത്തയിലൂടെ അദ്ദേഹം ഊന്നി പറയുന്നത് എന്താണ്? എല്ലാ ദിവസവും 20 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്നു, അതിനകത്ത് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാചകമാണ്. ഇതിന് വലിയ പ്രൊമോഷൻ കിട്ടുന്നു. അതിനകത്ത് മാധ്യമങ്ങൾ പുറകിൽ നടക്കുന്നു. സന്ദീപ് വാര്യർ എവിടെ പോയാലും 100 മൈക്കുമായിട്ട് മാധ്യമങ്ങളുണ്ട്. ആ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ചില പ്രത്യേക യൂട്യൂബ് ചാനലുകളുണ്ട്. ഇന്നലെ തന്നെ സാർ ശ്രദ്ധിച്ചു, ഒരു സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് അനൗൺസ് ചെയ്ത്. എവിടുന്ന് വന്നു ആ ശബ്ദം? സാറ് കേട്ടോ? KPCC പ്രസിഡന്റ് പറയുന്ന സാറ് കേട്ടോ? AICC അങ്ങനെ ഒരു നിർദ്ദേശം വന്നായിട്ട് കോൺഗ്രസ്സുകാരടങ്ങിയിരിക്കും. ഔദ്യോഗികമായിട്ട് എങ്ങൊന്നും വന്നിട്ടില്ല വാർത്ത. പക്ഷെ ആ വാർത്ത ഇന്നലെ കാട്ടുതീ പോലെ പടർന്നല്ലോ, ചർച്ചയായല്ലോ. സന്ദീപ് വാര്യനെ ആക്കണമെന്നൊരു വാദം, ആക്കണ്ടെന്നൊരു വാദം. അപ്പം കോൺഗ്രസിനകത്ത് ചില കുത്തിത്തിരിപ്പുകൾ. അപ്പം ഇതൊരു വളരെ കൃത്യമായിട്ട് സന്ദീപ് വാര്യരെ ലൈം ലൈറ്റിൽ നിർത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാവുന്നു. സന്ദീപ് വാര്യർ ലൈം ലൈറ്റിൽ നിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹം ഈ മുസ്ലിം നേതാക്കന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും, അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം ലീഗ് പോലെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് നല്ലതാണ്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അവരെ പറഞ്ഞതിന് ഞാൻ ഖേദിക്കുന്നു, എത്ര മാപ്പ് പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് നിരന്തരം വരുന്നു. കോൺഗ്രസിന്റെ മുഖമാകുന്ന രീതിയിലേക്ക് സന്ദീപ് വാര്യർ നിൽക്കുന്ന ഒരവസ്ഥ. ഇന്നലെ നമ്മൾ കണ്ടത് വിജയ് പൂക്കാട്, പാലക്കാടുകാരനാണ്, AICC-ന്റെ മുൻ അംഗമായിരുന്നു, വളരെ ദീർഘമായിട്ട് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആളാണ്. താഴെത്തട്ടിൽ തൊട്ട് ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിവാദമായി. ഫേസ്ബുക്ക് പോസ്റ്റ് സാധാരണ നേതാക്കന്മാരൊക്കെ ഇടാറുണ്ടല്ലോ. വിജയ് പൂക്കാടൻ നിരന്തരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞു, ഏത് ജനം TV ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഇന്റർവ്യൂവിൽ എന്തോ ഏത് ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാൻ സന്ദീപിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ജനറലായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്തിന് ഇത്രയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു? എന്താണ് പുള്ളിയിലുള്ള കാര്യം? പുള്ളി ഇതിനകത്ത് എന്ത് ചെയ്തു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അയാൾ ചോദിച്ചു. ആ ചോദ്യം മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് മറച്ചു പിടിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലും വരും. സന്ദീപ് വാര്യർ ഇത്രയും വലിയ ആളാണെങ്കിൽ അയാളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി അയാളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നാട്ടുകാരെ പ്രദർശിപ്പിച്ച് ഈ പാർട്ടിക്കകത്ത് വരുന്നതിന് വേണ്ടി ഒന്ന് തയ്യാറായിക്കൂടെ? അയാൾ ഇത്രയും വലിയൊരു അതികായകനായിട്ട് BJP പോലുള്ള പ്രസ്ഥാനത്തിനകത്തും നിന്നതും അതികായകനായിട്ട് ഇപ്പോഴും കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നതും നാളെ കാലത്തെ KPCC സെക്രട്ടറി ആക്കുമെന്ന് പറയുന്ന ആളും ഇതിനകത്ത് വളരെ കൂടുതൽ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ജില്ലയിൽ നിന്നുള്ള 1-2-3 പേരുടെ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പരിചയമുള്ള ആൾക്കാർ KPCC-യിലും അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ഒക്കെ ആവാൻ യോഗ്യതയുള്ളവരുണ്ടല്ലോ. അവരെയൊക്കെ മറികടന്ന് ഇദ്ദേഹത്തെ ഈ പോസ്റ്റിലേക്ക് ഈ പറയുമ്പോൾ അല്ലെങ്കിൽ വരുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് ചില ആൾക്കാർ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാർത്തയാകുമ്പോൾ
ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പാർട്ടിക്കകത്തുനിന്ന് ഇത്രയും വലിയ ബലവത്തായിട്ടുള്ള പാർട്ടിയുടെ മുഖമായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എത്ര പേര് അദ്ദേഹം നിന്ന പ്രസ്ഥാനത്തിനകത്തുനിന്ന് അദ്ദേഹം പറയുന്ന ആശയം വിട്ടിട്ട് ഇതിനകത്ത് വരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റാണ്. ഒരു പക്ഷേ വിജയ് പൂക്കാടൻ ഈ പറഞ്ഞ സാധനം അദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ചതാവാം. പുള്ളിക്കെതിരെ കൂടുതൽ നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. പുള്ളി പണ്ട് ACC അല്ലെങ്കിൽ അംഗമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ഇത് ഇതിനകത്ത് ഒട്ടിട്ടുള്ളതും ഒതുക്കപ്പെടാൻ സാധ്യതയുള്ളതും വിജയ് പൂക്കാടനുമായിട്ട് ഏറ്റവും ബന്ധമുള്ളതുമായിട്ടുള്ള കെ മുരളീധരൻ പറയിച്ചതാവും. ഇതിനകത്ത് ഈ സന്ദീപ് വാര്യര് കോൺഗ്രസ് ഇത്രയും കൊണ്ടു നടക്കുന്നതിനകത്ത് അവർക്ക് എന്തെങ്കിലും മൈലേജ് ഉണ്ടാകുമോ? അതിനകത്ത് മൈലേജ് ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ സന്ദീപ് വാര്യർ പറയുന്നത് ഇന്ന് കേരളത്തിൽ ആൾക്കാർ സന്ദീപ് വാര്യരെ കൊണ്ട് പറയിക്കുന്നതിനകത്തൊരു അജണ്ടയുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നത് എന്തോ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, നമുക്ക് BJPയോടുള്ള താല്പര്യം കൊണ്ടുമല്ല, BJP എന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകം എന്തോ ഈ ഏതാണ്ടിന്റെ കേന്ദ്രമായിരുന്നു, വിദ്വേഷം പകർത്തുന്നതിന്റെ കേന്ദ്രമാണ്. അതിനകത്തുനിന്ന് 20 കൊല്ലത്തിന് ശേഷം അദ്ദേഹം രക്ഷപ്പെട്ടാണ്. ഈ 20 കൊല്ലം എന്ത് പുള്ളിയെ കൂട്ടിലിട്ടേക്കുമായിരുന്നു. അല്ല, പോകാമല്ലോ. മാത്രമല്ല ഇതിനകത്ത് അവർക്ക് ആവശ്യമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഇയാൾ ഒരാഴ്ച കയറി വീട്ടിലിരുന്നിട്ട് ചേട്ടൻ വന്നൊന്ന് സംസാരിച്ചാൽ ഞാൻ തിരിച്ചു വരാതെ സുരേന്ദ്രൻ അടുത്ത് പറഞ്ഞു ചേട്ടനൊന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേട്ടന്മാർ വന്നതിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇരുന്നത്. അപ്പം ഇദ്ദേഹത്തെ അതിനകത്തേക്ക് എടുത്തതിനകത്ത് ചില താല്പര്യങ്ങളുണ്ട്. കാരണം ഇയാളെ കൊണ്ട് നിരന്തരമായി BJP എന്ന് പറയുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ ജനം ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ BJPക്കകത്ത് നിന്നുള്ള ഒരാൾ പറയുമ്പോഴാണല്ലോ. അതും BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളവരും അതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് UDF ഇപ്പൊ ഈ 2026 ഒരു ഒരുക്കവും നീക്കവും ഒക്കെയാണ് നടത്തുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള മറുകക്ഷിയിൽ നിന്നുള്ളവരെ മുഴുവൻ സമാഹരിച്ച് കൊണ്ടുപോവുക. ഇതിനോടൊപ്പം ഇപ്പൊ അൻവറിനെ ഇപ്പൊ UDFിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ പിണറായി വിരുദ്ധ മുഴുവൻ ഇങ്ങനെ സമാഹരിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് 26 ലക്ഷ്യം വെക്കുന്നുണ്ട്. 26 ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് UDF ഈ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷ്യം ഈ പറയുന്നത് പാളിപ്പോ എന്ന് പറഞ്ഞാൽ UDF ഇപ്പൊ പോകുന്നത് UDF ലൈനിലല്ല. UDF ഇപ്പൊ പോകുന്നത് മുസ്ലിം ലീഗിന്റെ ലൈനിലാണ്. മുസ്ലിം ലീഗിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിന് വേണ്ടി അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആ ലൈൻ വലിയ അപകടകരമായ കാര്യമാണ്. ആ ലൈൻ UDFിനെ കൃത്യമായിട്ട് സഹായിക്കുന്ന ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചർച്ചയായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം UDFിനെ സഹായിക്കണമെന്നില്ല. ഒരു പക്ഷേ UDF വരാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ BJPയെ സഹായിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പരിധിവരെ ഇവിടുത്തെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അടുത്ത പ്രാവശ്യം CPMനെ സഹായിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. CPM സാറി പറയുന്ന പോലെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. CPM കൃത്യമായിട്ട് ലൈനങ്ങ് മാറ്റി. ഇപ്പൊ കഴിഞ്ഞ ദിവസം DYFIക്കാരൻ ബംഗ്ലാദേശിന്റെ കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPMകാരും പറയുന്നതിന് മുമ്പ് DYFIക്കാരനെ കൊണ്ട് പറയിച്ച് പ്രകടനം നടത്തി. അതിനു മുമ്പ് ബീഫ് ഫെസ്റ്റിവലിന് പകരം പോർക്ക് ഫെസ്റ്റിവൽ നടത്തി. സാറിന് ഓർമ്മയുണ്ടോ? പോർക്ക് ഫെസ്റ്റിവലിന് പോർക്കെന്ന് പറയാൻ DYFIയും അല്ലെങ്കിൽ CPM ഒക്കെ മടിച്ചിരുന്ന സമയത്താണ് പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയത്, അതിന് സാധ്യതയുള്ള സമയത്ത്. അപ്പൊ അവരുടെ ലൈൻ അവർ 2024 ശേഷം അവർക്കകത്ത് മനസ്സിലായി അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഭാഗം ബഹുഭൂരിപക്ഷം അടിസ്ഥാന വർഗവും ഹിന്ദുവാണ്, ഈഴവനും ഹിന്ദുവാണ്. ആ വോട്ട് ഇനിയും നിലപാടിനകത്ത് വ്യത്യാസം വരുത്തി പോയാൽ, അവർക്ക് സംശയം ഉണ്ടാകുന്ന നിലപാടിലേക്ക് പോയാൽ അവരുടെ കയ്യിൽ നിന്ന് വോട്ട് പോകും. അടുത്ത പ്രാവശ്യം പ്രശ്നം ഉണ്ടാവും. അപ്പം ഇത് ഇപ്പം കഴിഞ്ഞ ദിവസം തങ്ങൾ പറഞ്ഞു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇനി ഒരു പക്ഷേ കോൺഗ്രസ്സുകാരൻ KPC പ്രസിഡന്റും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും പറയാൻ ധൈര്യം വരും. തങ്ങൾക്ക് പോലും പറയാൻ സാധിക്കും, ഇവിടുത്തെ കോൺഗ്രസ്സുകാരന് പറയാൻ സാധിക്കുന്നില്ല. പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും പറയാൻ സാധിക്കാത്തതിന്റെ കാര്യം എന്തോ? ഇവിടുത്തെ അവർ വിചാരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പിണങ്ങുമെന്ന്. മുനമ്പത്ത് തന്നെയല്ലേ സംബന്ധിച്ച്. അപ്പൊ ഞാനീ പറഞ്ഞത് അവർ വിചാരിക്കുന്ന ലൈനിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ധാരണ വളരെ തെറ്റാണ്. ഇപ്പം ഇയാളെ ഏറ്റെടുത്തിരിക്കുന്നതും ഇയാളെ കാരണം അദ്ദേഹം വന്നതിന് ശേഷം തങ്ങളുടെ അടുത്ത് പോകുന്നു, തങ്ങളെ കാണുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പുള്ളി KPC ജനറൽ സെക്രട്ടറി ഒക്കെ ആവും. അതിനപ്പുറം പോയാലും നമുക്ക് അതിശയപ്പെടാനൊന്നുമില്ല. കാരണം നാളെ കാലത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയാലും AICCയുടെ ഭാരവാഹിയൊക്കെ ആക്കുന്നതിന് കോൺഗ്രസിനെക്കാട്ടിൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇപ്പൊ തങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അയാളെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അയാൾ വലിയ ബുദ്ധിമാനാണ്. അയാൾ കളിക്കുന്ന പൊളിറ്റിക്സ് മുസ്ലിം ലീഗിനെ ചാരി നിന്നുകൊണ്ടുള്ള പൊളിറ്റിക്സ് ആണ്. മുസ്ലിം ലീഗിനെ ചാരി നിന്നുകൊണ്ട് പൊളിറ്റിക്സ് കളിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരാമെങ്കിൽ പിന്നെ വാര്യർക്ക് അറിയുന്നതിന് കുറ്റം വല്ലതും ഉണ്ട്.
ഇപ്പൊ വാര്യർ കളിക്കുന്ന പൊളിറ്റിക്സും വാര്യർ കളിക്കുന്നതിന് വേണ്ടി വെളിയിലിറക്കിയതും പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പൊ വാര്യർ നാളെ കാലത്തെ KPCC ജനറൽ സെക്രട്ടറി ആയാലോ, നാളെ കാലത്തെ 2026 UDF അധികാരത്തിൽ വന്ന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്ത് മന്ത്രി ആയാലും ഒക്കെ അതിശയപ്പെടാനൊന്നുമില്ല. വാര്യറെ ഒരു പക്ഷേ ജയിക്കുന്ന സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന വാര്യറെ ഉപയോഗിക്കുന്നവർ ജയിക്കുന്ന ഒരു സീറ്റ് അങ്ങ് കൊടുത്താൽ മതിയല്ലോ മലബാറിലോ. അപ്പൊ വാര്യരുടെ പിന്നിൽ ഒരു ശക്തിയാണ്, വാര്യരുടെ പിന്നിലൊരു ശക്തിയുണ്ട്. അത് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തതാണ്. ആ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽസാണ്.